നമസ്കാരം. ദിനവും 1320 പടികൾ കയറി ശ്രീമുരുകന് അഭിഷേകത്തിനുള്ള ജലവുമായി വരുന്ന കാളകളുള്ളതും തിരുവിടമരുതൂർ മഹാലിംഗസ്വാമി ക്ഷേത്രത്തിൽ ശിവഭഗവാൻ തന്നെത്താനെ പൂജിച്ചതുപോലെ ശ്രീമുരുകൻ സ്വയം പൂജിച്ച ഒരു പ്രശസ്ത ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ഈറോഡ് ജില്ലയിൽ ഈറോഡ് ധാരാപുരം ഹൈവേയിൽ ചെന്നിമല എന്ന മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശ്രീമുരുകൻ സുബ്രഹ്മണ്യസ്വാമി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ശ്രീമുരുകൻ ചൊവ്വയുടെ നായകനായി നിലകൊള്ളുന്നതിനാൽ ഇതൊരു ചൊവ്വാദോഷ പരിഹാര സ്ഥലം മാത്രമല്ല, ധാരാളം മൂലികകൾ ഈ വനത്തിൽ ഉള്ളതിനാൽ ഇവിടം ഒരു രോഗപരിഹാര സ്ഥലവും കൂടിയാണ്. ചെന്നിമല എന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1749 അടി ഉയരത്തിലുള്ളൊരു മലയാണ്. ഈ മലമുകളിലാണ് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത്. ശ്രീമുരുകന്റെ കോവിലിൽ നിന്നും കുറച്ച് പടികൾ കയറി മേലെ പോയാൽ വള്ളിദേവയാനിമാർക്കായി ഒരു ചെറിയ കോവിലും അതിനും അല്പം മുകളിലായി 18 സിദ്ധന്മാരിൽ ഒരാളെന്ന് പറയപ്പെടുന്ന പിന്നാക്കീശ്വർ സിദ്ധർ മുക്തി സ്ഥലവും ശരവണമാമുനികളുടെ ജീവസമാധിയുമുണ്ട്. സിറഗിരി ചരിത്രം രചിച്ച ശരവണമാമുനിക്ക് ശ്രീമുരുകൻ ഇവിടെ ദർശനം കൊടുത്തതായും പറയപ്പെടുന്നു. ചെന്നിമലയിലേക്ക് കയറുവാൻ 1320 വിശാലമായ പടികളുണ്ട്. അതല്ലാതെ സ്വകാര്യ വാഹനങ്ങൾക്ക് ക്ഷേത്രം മുൻവശം വരെ എത്തുവാൻ 4 കിലോമീറ്റർ ദൂരത്തിൽ വണ്ടിപ്പാതയുമുണ്ട്. മാത്രമല്ല ക്ഷേത്രത്തിന്റെ വക 2 ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. പടികൾക്കിടയ്ക്കിടെ വിശ്രമ മണ്ഡപങ്ങളും കടമ്പവനേശ്വരർ, കന്ദർ, ഇടുമ്പൻ സന്നിധികളും വള്ളിയമ്മൻ പാദവും മുത്തുക്കുമര കാവലർ സന്നിധിയുമുണ്ട്. ചെങ്കുത്തായ പടികളല്ലാത്തതിനാൽ ഭക്തർക്ക് മലകയറ്റം അത്ര കഠിനമല്ല. രാത്രികാലങ്ങളിൽ സുരക്ഷയ്ക്കായി വൈദ്യുതി സംവിധാനം ഉള്ളതിനാൽ പടിയിറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. ഈ മലയുടെ ഉദ്ഭവത്തെ പറ്റിയുള്ള കഥ ഇപ്രകാരം. ആദിശേഷനും വായുഭഗവാനും ഇടയിൽ ആരാണ് ഏറ്റവും ബലശാലി എന്നൊരു തർക്കമുണ്ടായതിനെ തുടർന്ന് അവർ മേരുമലയിൽ ബലം പരീക്ഷിച്ചപ്പോൾ മേരുമലയുടെ ശിരസിൽ നിന്നും പല ഭാഗങ്ങൾ ഭൂമിയിലേക്ക് അടർന്നു വീണു. അതിൽ ഒരു ഭാഗം പൂന്തുറ എന്നയിടത്ത് വീണതാണ് ചെന്നിമല എന്നാണ് പറയുന്നത്. ഈ മല സിറഗിരി, മകുടഗിരി, പുഷ്പഗിരി എന്നിങ്ങനെ പല നാമങ്ങളിൽ പല യുഗങ്ങളിൽ അറിയപ്പെട്ടിരുന്നതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. കലിയുഗത്തിൽ ഈ മല ചെന്നിമല എന്നറിയപ്പെടുന്നു. പുരാണപ്രകാരം ഇതുവരെ കോടാനുകോടി യുഗങ്ങൾ പിന്നിട്ടിരിക്കുന്നതിനാൽ ഇതേ സംഭവങ്ങൾ ചെറിയ വ്യത്യാസത്തോടെ തനിയാവർത്തനം നടന്നിട്ടുണ്ട്. അങ്ങനെ മേരുമലയിൽ നിന്ന് വീണ പല മലകളെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ശ്രീമുരുകന്റെ 6 പട വീടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന തിരുസ്ഥലമാണിത്. മഹാവിഷ്ണുവിന്റെ പുത്രിമാരായ അമൃതവല്ലിയും സുന്ദരവല്ലിയും ശ്രീമുരുകനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഭൂമിയിൽ വന്ന് വള്ളിയും ദേവയാനിയുമായി തപസ് ചെയ്ത സ്ഥലമാണിവിടം. വേങ്കമരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തേര് തമിഴ്നാട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ തിരുപ്പുകഴ് പാടി മുരുകനിൽ നിന്നും പടിക്കാശ് വാങ്ങിയ ഇടമാണ് ചെന്നിമല. ഇവിടെ ശ്രീമുരുകന് അഭിഷേകം ചെയ്ത തൈര് പുളിക്കാറില്ല എന്ന് മാത്രമല്ല, ഭഗവാന്റെ വിമാനത്തിന് മേലെ കാക്കകൾ പറക്കാറുമില്ല എന്നാണ് പറയുന്നത്. ഇടുമ്പന് പൊതിനി എന്നറിയപ്പെട്ടിരുന്ന പഴനിമലയ്ക്ക് പോകാൻ വഴിയറിയാതെ നിന്നപ്പോൾ ശ്രീമുരുകൻ വഴി കാണിച്ചു കൊടുത്ത ഇടം ചെന്നിമലയാണ്. ചെന്നിമല പിള്ളത്തമിഴ്, ചെന്നിമലയാണ്ടവർ കാതൽ, ചെന്നിമല അന്താതി, മേഴിവിളക്കം, ചെന്നിമല സ്ഥലപുരാണം എന്നിങ്ങനെ പല പുസ്തകങ്ങൾ ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ചുണ്ട്. പേരിന് പോലും മഴയില്ലാത്ത കൊടും വേനലിൽ മലക്കോവിലിന് തെക്കുവശത്തുള്ള വിനായകർക്ക് മുന്നിലുള്ള തീർത്ഥം 12 വർഷത്തിലൊരിക്കൽ മാത്രം പെട്ടെന്ന് പൊങ്ങി വഴിയുന്ന അത്ഭുതം ഇവിടെ നടക്കുന്നു. ഈ തീർത്ഥം മാമാങ്ക തീർത്ഥം എന്നറിയപ്പെടുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിനവും ഭഗവാന് അഭിഷേകത്തിനുള്ള തീർത്ഥം 1320 പടികൾ കയറി 2 കാളകൾ ചുമന്നുകൊണ്ടുവരുന്നു എന്നതാണ്. അതിനായി അടിവാരത്തിൽ ഗോശാലയിൽ 3 കാളകൾ ഉണ്ട്. മൃഗഡോക്ടറുടെ പരിപാലനത്തിൽ വേറെയും ചില കാളകൾക്ക് ഇതിനായി പരിശീലനം കൊടുത്തും വരുന്നുണ്ട്. 1984 ഫെബ്രുവരി മാസം 12-ാം തീയതി 2 കാളകളെ പൂട്ടിയ കാളവണ്ടി തനിയെ മല കയറി വന്ന് ശ്രീമുരുകന്റെ സന്നിധിക്ക് മുന്നിൽ നിന്നത് വലിയൊരു അതിശയമായി കണക്കാക്കി ആ കാഴ്ച കാണാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. രാവിലെ 6 മണിക്ക് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മലയടിവാരത്തിലെ തിരുമഞ്ജന തീർത്ഥത്തിൽ നിന്നും ശ്രീമുരുകന് അഭിഷേകത്തിനുള്ള ജലവും കൊണ്ട് പടികൾ കയറി വരുന്ന കാളകളെ കാണാം. ശ്രീമുരുകന്റെ ക്ഷേത്രങ്ങളിൽ പതിവായി കേൾക്കാറുള്ള കന്ദഷഷ്ടി കവചം അരങ്ങേറ്റം നടന്ന സ്ഥലമാണ് ചെന്നിമല. കന്ദഷഷ്ടി കവചം രചിച്ച ബാലൻ ദേവരായ സ്വാമികൾ മൈസൂർ ദേവരായ ഉടയാരുടെ കാര്യസ്ഥന്മാരിൽ ഒരാൾ. ബാലൻ ദേവരായർ അനൽവാദവും പുനൽവാദവും ജയിച്ച ശേഷം കന്ദഷഷ്ടി കവചം ഒരു ഐപ്പശി മാസം കന്ദഷഷ്ടി ദിനത്തിൽ സിറഗിരി വേലവൻ വേഗം വരുക എന്ന് ഇവിടത്തെ മുരുകനെ വിളിച്ച് അരങ്ങേറ്റം നടത്തി. സിറഗിരി വേലവൻ എന്ന വരികൾ ചെന്നിമല മുരുകനെ കുറിക്കുന്നതാണ്. അനൽവാദം എന്നത് ഒരു കാവ്യം രചിച്ച ശേഷം അതിന്റെ മൂല്യം പരിശോധിക്കുന്നതിനായി മറ്റു പണ്ഡിതന്മാരുടെ മുന്നിൽ വെച്ച് ആ താളിയോലകൾ തീയിലിട്ട ശേഷം കേടുകൂടാതെ എടുക്കുന്നതാണ്. അതേപോലെ കരകവിഞ്ഞൊഴുകുന്ന ആറ്റിൽ രചനയടങ്ങിയ താളിയോലകൾ ഇട്ട് നശിക്കാതെ എടുക്കുന്നതാണ് പുനൽവാദം. ആ കാലഘട്ടത്തിലെ സൃഷ്ടികളുടെ മൂല്യം പരിശോധിക്കുന്ന പരീക്ഷണങ്ങളാണ് ഇതെല്ലാം.
ഇതുപോലെ മധുരമീനാക്ഷി ക്ഷേത്രത്തിന്റെ പൊട്രാമരക്കുളത്തിലിട്ട് മൂല്യം പരിശോധിച്ച ഗ്രന്ഥമാണ് തിരുക്കുറൾ. ആ കാലത്തെ കവിതകൾക്കും കവികൾക്കുമെല്ലാം ഒരു സത്യമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ചെന്നിമലയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിൽ നൊയ്യലാറ്റിൻകരയിലുള്ള കൊടുമണൽ എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു കർഷക പ്രമാണിക്ക് 100-ലധികം പശുക്കൾ ഉണ്ടായിരുന്നു. ദിനവും ഈ പശുക്കൾ മലയിലേക്ക് മേയാൻ പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു കറുത്ത പശു മാത്രം ദിനവും ഒഴിഞ്ഞ അകിടോടെ വരികയും പാൽ ചുരുത്താതെ ഇരിക്കുന്നതും കണ്ട് ആ പശുവിന്റെ യജമാനന് സംശയം തോന്നി. ഒരു ദിവസം പശുവിനൊപ്പം പോയി വീക്ഷിച്ചപ്പോൾ പശു ഒരിടത്ത് തനിയെ നിന്ന് പാൽ ചുരുത്തുന്നത് കണ്ടു. ഇതിൽ അസാധാരണത്വം തോന്നിയ കർഷകൻ നാട്ടുകാരെ വിളിച്ച് അവിടം കുഴിച്ചു നോക്കിയപ്പോൾ പൂർണ്ണ തേജസ്സോടെയുള്ള ശ്രീമുരുകന്റെ ശില ലഭിച്ചു. പക്ഷെ വിഗ്രഹത്തിന്റെ ഇടുപ്പ് ഭാഗം വരെ വളരെ സൂക്ഷ്മമായ ശില്പവേലകളോടെയും ഇടുപ്പിന് കീഴ്ഭാഗം അത്ര മിനുസപ്പെടുത്താതെയും എന്നാൽ മുഖം വളരെ സുന്ദരമായും കാണപ്പെട്ടു. ശിലയുടെ ഇടുപ്പിന് കീഴ്ഭാഗം കുറച്ചുകൂടി മനോഹരമാക്കാനായി പ്രഗത്ഭ ശില്പികളെ വരുത്തി ഉളിയാൽ ശരിയാക്കാൻ ആരംഭിച്ചപ്പോൾ ശിലയിൽ നിന്നും രക്തം പ്രവഹിച്ചതിനെ തുടർന്ന് ശരവണമാമുനിയുടെ നിർദ്ദേശപ്രകാരം വേറൊന്നും ചെയ്യാതെ ശ്രീമുരുകനെ അതേപടി ചെന്നിമലയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. പിന്നീട് ഒരു കാലത്ത് ചോഴമന്നന്മാരിൽ ഒരാളായ ശിവാലയ ചോഴൻ ബ്രഹ്മഹത്യാദോഷം മാറാൻ പല തിരുസ്ഥലങ്ങൾ സന്ദർശിച്ചു വരവേ ഇവിടെ നൊയലാറ്റിൽ നീരാടിയപ്പോൾ ഈ മല കണ്ട് ഇവിടെയുള്ള ചെറിയ കോവിലിലേക്ക് എത്തി. അപ്പോൾ ശ്രീമുരുകൻ തന്നെ പൂജാരിയായി വന്ന് തന്നെത്താനെ പൂജിച്ച് ശിവാലയ മന്നന് പ്രസാദം കൊടുത്ത് മന്നന്റെ ബ്രഹ്മഹത്യാദോഷം മാറ്റി. കാര്യം മനസ്സിലായ ശിവാലയ ചോഴൻ ഉടനെ തന്നെ ഈ കോവിൽ പുനർനിർമ്മാണം ചെയ്ത് പൂജയ്ക്കായി തിരുക്കടയൂരിൽ നിന്ന് പൂജാരിമാരെ കൊണ്ടുവന്നു എന്നാണ് ചരിത്രം. ചെങ്കത്തുറ പൂജാരിമാരാലും വേളാളർ തമ്പ്രാക്കന്മാരാലും നിർമ്മിക്കപ്പെട്ടതാണ് ഇന്നുള്ള പല മണ്ഡപങ്ങളും. 3000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും കിഴക്ക് ദർശനമായ 5 നില രാജഗോപുരത്തോടെയുള്ള ചെന്നിമല മുരുകൻ കോവിൽ ചോഴമന്നന്മാർ പുനർനിർമ്മാണം ചെയ്തതായാണ് കരുതപ്പെടുന്നത്. 2014 ജൂലൈ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. പ്രവേശന കവാടത്തിനടുത്തായി വിനായകർ സന്നിധി, കൊടിമരം, ബലിപീഠം, മയിൽവാഹനം കഴിഞ്ഞാൽ ക്ഷേത്ര മുൻവശത്ത് തന്നെ ഭക്തന്മാർക്ക് വിശ്രമിക്കാനുള്ള മണ്ഡപമുണ്ട്. കുറച്ച് പടികൾ കയറി മേലെ പോയാൽ ഗർഭഗൃഹത്തിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീമുരുകൻ ഇടതുകൈ ഇടുപ്പിൽ വെച്ച് ദണ്ഡായുധപാണി പോലെ ഏകനായി സുബ്രഹ്മണ്യസ്വാമി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഇത് ശ്രീമുരുകന്റെ വിവാഹത്തിന് മുമ്പുള്ള കാലമായതിനാലാണ് മുരുകൻ ഏകനായി നിൽക്കുന്നത്. പ്രധാന സന്നിധിക്ക് ഇടതുവശത്തായി കാശി വിശ്വനാഥർ വിശാലാക്ഷിക്കായി തനി സന്നിധിയും വലതുവശത്തായി മാർക്കണ്ഡേശ്വരർ ഉമയവല്ലിയമ്മൻ സന്നിധിയുമുണ്ട്. ഇതല്ലാതെ നവഗ്രഹങ്ങൾ, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ചണ്ഡികേശ്വരർ, കന്നിമൂല വിനായകർ, ദുർഗ എന്നിങ്ങനെ ശിവക്ഷേത്രങ്ങളിൽ സാധാരണ കാണാറുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ശ്രീവള്ളിയും ദേവയാനിയും തനിക്കോവിലിൽ ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളാണ്. ശ്രീമുരുകനെ വരിക്കണമെന്നാഗ്രഹിച്ച് ഇരുവരും ഇവിടെ തപസ്സനുഷ്ഠിച്ചതിനാൽ ക്ഷേത്രമതിലിന് മുകളിലുള്ള വനത്തിൽ പ്രത്യേകം കുടിയിരുത്തിയിരിക്കുന്നു. പിന്നാക്കീശ്വരർ സിദ്ധർ സന്നിധി വൈകുന്നേരം 5:30 മണിക്കും വള്ളിദേവയാനി സന്നിധി 6 മണിക്കും അടയ്ക്കും. ശ്രീമുരുകനെ വിവാഹം ചെയ്യാൻ വള്ളിദേവയാനിമാർ തപമിരുന്ന സ്ഥലമായതിനാൽ ധാരാളം വിവാഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. വിവാഹ തടസ്സം മാറാൻ ഭക്തർ ഭഗവാനും ദേവിമാർക്കും വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. സന്താന ഭാഗ്യത്തിന് നവദമ്പതികൾ സ്ഥലവൃക്ഷത്തിന്റെ ചുവട്ടിൽ അരിമാവിൽ ദീപം തെളിയിക്കുന്നു. ഈ മരത്തിൽ സന്താനക്കരണി മൂലിക ഉണ്ടെന്നാണ് വിശ്വാസം. അതല്ലാതെ ഷഷ്ടിവ്രതം നോൽക്കുന്നതും കാര്യസിദ്ധിക്ക് നല്ലതാണ്. സാധാരണ ശ്രീമുരുകന്റെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ കാവടിയെടുക്കൽ, മുടിയിറക്കൽ, കാതുകുത്തൽ, പാൽക്കുടം ചുമക്കൽ എന്നിങ്ങനെയുള്ള വഴിപാടുകൾക്കും ഇവിടെ സൗകര്യമുണ്ട്. ക്ഷേത്രവൃക്ഷം പുളിമരം, ക്ഷേത്രതീർത്ഥം മാമാങ്കതീർത്ഥം. ഇതല്ലാതെ അഗ്നിതീർത്ഥം, ഇന്ദ്രതീർത്ഥം, അഗസ്ത്യതീർത്ഥം, ഇമയതീർത്ഥം, ഈശാന്യതീർത്ഥം, കാശിതീർത്ഥം, കാളിതീർത്ഥം, കൃത്തികാതീർത്ഥം, കുബേരതീർത്ഥം, ഷഷ്ടിതീർത്ഥം, ചാമുണ്ഡി തീർത്ഥം, ശാരദാംബിക തീർത്ഥം, സുബ്രഹ്മണ്യ തീർത്ഥം, ദേവീതീർത്ഥം, നവവീര തീർത്ഥം, നിര്യതി തീർത്ഥം, നെടുമാൽ തീർത്ഥം, പക്ഷിതീർത്ഥം, ബ്രഹ്മതീർത്ഥം, വരടി തീർത്ഥം, വരുണതീർത്ഥം, വായുതീർത്ഥം, മാർക്കണ്ഡേയ തീർത്ഥം എന്നിങ്ങനെ 24 തീർത്ഥങ്ങൾ ഈ മലപ്പകുതികളിലുണ്ട്. മാർക്കണ്ഡേയ തീർത്ഥമാണ് ശ്രീമുരുകൻ ഉത്സവത്തിന് തീർത്ഥനീരാടുന്ന ക്ഷേത്രക്കുളം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, കാർത്തിക, ബ്രഹ്മോത്സവം, തൈപ്പൂയം, ചിത്ര പൗർണമി, കന്ദഷഷ്ടി, ശൂരസംഹാരം, തമിഴ് പുതുവർഷ ദിനം, വൈകാശി വിശാഖം, പങ്കുനി ഉത്രം, ചിത്ര പൗർണമി, ശിവരാത്രി, കാർത്തിക ദീപം എന്നീ ദിനങ്ങൾ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഗോപൂജ കഴിഞ്ഞ ശേഷം രാവിലെ 5 മണിക്ക് നട തുറക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ഈറോഡിൽ നിന്ന് 28 കിലോമീറ്റർ, തിരുപ്പൂരിൽ നിന്ന് 35 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഉത്തമപാളയം, തിരുപ്പൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.